ശ്രീ ജോർജ് പൊടിപ്പാറ, ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം, ഇന്ന് LDF നടക്കാൻ പോകുകയാണ്. LDF യോഗം ചേരുന്നു. ADGP MR അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകൾ രാവിലെ മുതൽ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. നടപടിയെടുക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയം പറയുന്നുണ്ടായിരുന്നു. ഈ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്, അജിത് കുമാർ RSSുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. എന്നിട്ട് ആ റിപ്പോർട്ടിൻ പ്രകാരം MR അജിത് കുമാർ കുറ്റക്കാരനെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ കൺവീനർ ഉറപ്പ് നൽകുകയാണ്. എങ്ങനെ കാണുന്നു LDFിൻ്റെ ഇന്നത്തെ ഈ തീരുമാനത്തെ? നിലിമ പറഞ്ഞ ആ കാര്യം വളരെ ശരിയാണ്. ഇന്നത്തെ LDF യോഗം നിർണായകമാണ്. ആ യോഗത്തിൽ വളരെ എന്താ പറയുക, കേരളം കാത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് ചാനലുകൾ രാവിലെ മുതൽ തന്നെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ ആ വിഷയം ആ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞ LDF യോഗത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഉണ്ടായില്ല എന്ന വസ്തുത ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു. 5:30 LDF കൺവീനറുടെ പത്രസമ്മേളനത്തിൽ അത് കുറെ കൂടി വ്യക്തതയോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം, ഞാൻ നേരിട്ട് ആ വിഷയത്തിലേക്ക് കടക്കുക. അതായത് LDF കൺവീനർ പറഞ്ഞ കാര്യങ്ങളും മുഖ്യമന്ത്രി യോഗത്തിൽ എടുത്ത നിലപാടും ഒക്കെ നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ട്. LDF കൺവീനർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ യോഗത്തിന് ശേഷം പുറത്തു വന്ന ഘടകകക്ഷി നേതാക്കളിൽ ചിലർ, പ്രത്യേകിച്ച് RLD നേതാവ് ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അദ്ദേഹം പറഞ്ഞത്, ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഇന്നത്തെ LDF യോഗം ചെയ്യുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും വലിയ വിവാദമായിട്ട് കത്തിപ്പടരുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ്? നീലിമയ്ക്കും എനിക്കും ഒന്നും അക്കാര്യത്തിൽ സംശയമില്ല. ADGP ശ്രീ MR അജിത് കുമാർ RSSന്റെ പ്രമുഖരായ ദത്താത്രേയെയും അതുപോലെ തന്നെ റാം മാധവിനെയും കണ്ട 2 സന്ദർശനങ്ങൾ, 10 ദിവസത്തെ ഇടവേളയിൽ 2 പ്രമുഖ നേതാക്കളെ, ഒരാൾ RSSന്റെ 2ാം ശ്രേണിയിലുള്ള ആള്, മറ്റൊരാൾ വളരെ തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും RSSനും സർക്കാരിനിടയിലുള്ള പാലമായി പ്രവർത്തിക്കുന്ന നിർണായക സ്വാധീനമുള്ള വ്യക്തിത്വം. ഈ 2 പേരെ ADGP ശ്രീ MR അജിത് കുമാർ സന്ദർശിച്ചത് എന്തിന്? അത് PV അൻവർ വേറെ പല ആരോപണങ്ങളും അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ എന്താ പറയാ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയൊക്കെ ഉന്നയിച്ചു. നമ്മൾ അതിനെയൊക്കെ തൽക്കാലം അത് ഒരുപാട് തവണ ആവർത്തിക്കുകയും അതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പൊ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഘടകകക്ഷികൾ പോലും അത് കേരളത്തിൽ ഇന്ന് കത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഉയർത്തിപ്പിടിക്കുന്നു. ഇത് താരതമ്യേന അപ്രധാനമെന്ന്, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം പോലും കൊടുക്കാത്തൊരു ഘടകകക്ഷിയായി മാറ്റി നിർത്തിയിരിക്കുന്ന RLDയുടെ ഒരു നേതാവ് ഉന്നയിച്ചതിനേക്കാൾ ഈ യോഗത്തിന് മുമ്പ് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രബല ഘടകകക്ഷിയായിട്ടുള്ള, അല്ലെങ്കിൽ 2ാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള CPI, ആ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ദേശീയ സെക്രട്ടറി ശ്രീ D രാജയും ഒക്കെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം വേണം. എന്തിനാണ് ഈ കാഴ്ച? എന്തിനാണ് ഈ കൂടിക്കാഴ്ച? അദ്ദേഹം വ്യക്തിപരമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയാണോ, അതോ ഏതെങ്കിലും ഒരു മിഷന്റെ ഭാഗമായിട്ട് ഒരു എൻവോയ് ആയിട്ട് പോയി കണ്ടതാണോ? ഈ കാര്യങ്ങൾക്ക് ഉത്തരം വേണം, രാഷ്ട്രീയമായ മറുപടി വേണം എന്നിവരൊക്കെ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഇന്ന് ഈ യോഗം കഴിഞ്ഞ ശേഷവും കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിനകത്ത് വർഗീസ് ജോർജ് പറഞ്ഞൊരു കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഈ യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഈ വിഷയമില്ലായിരുന്നു. അതായത് ADGP MR അജിത് കുമാറിന്റെ RSS നേതാക്കളെ കണ്ട, അല്ലെങ്കിൽ ആ 2 സന്ദർശനങ്ങളെ സംബന്ധിച്ച രാഷ്ട്രീയ വിവാദം ഈ ഇന്നത്തെ LDF യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യണം, മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ശേഷം ഈ വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യണം, ചെയ്തേ പറ്റൂ എന്ന രീതിയിൽ RLD നേതാവ് നിലപാടെടുത്തു. അതിനോട് ബിനോയ് വിശ്വം അടക്കമുള്ള മറ്റു ഘടകകക്ഷി നേതാക്കൾ വിയോജിച്ചു. അങ്ങനെയാണ് ഈ ചർച്ച നടന്നത്. യോഗം അക്കാര്യം വിശദമായി ചർച്ച ചെയ്തു. പക്ഷെ ഒടുവിൽ എത്തിച്ചേർന്ന തീരുമാനം എന്താണ്? ഉടനടി MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയുടെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ആരോപണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ ആരോപണങ്ങൾ വസ്തുനിഷ്ഠമാണോ, അതോ
കെട്ടുകഥകളാണോ അതോ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന കാര്യത്തിൽ ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ DGPയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സമിതി, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഈ SITയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ വിഷയം കൂടെ ഉൾപ്പെടുത്തി, എന്നിട്ട് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ ADGP അജിത് കുമാറിന്റെ ഈ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ, മറ്റൊത്തിരി ആരോപണങ്ങളുണ്ട്, സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കല്, അതുപോലെ ഫോൺ ചോർത്തല്, ഇങ്ങനെ നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ മറുവശത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല, അതൊക്കെ അന്വേഷിക്കട്ടെ, അതൊക്കെ അന്വേഷിച്ച ശേഷം നടപടിയെടുക്കും എന്ന് പറയുന്നതിനകത്തൊരു യുക്തിയുണ്ട്. പക്ഷെ നീലിമ, ഇതിനകത്ത് ഞാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈ സന്ദർശനം, ഈ RSS നേതാക്കളെ ഈ ADGP MR അജിത് കുമാർ സന്ദർശിച്ചത് ഇനി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലയ്ക്കാണെങ്കിൽ അങ്ങനെ, അതല്ല രാഷ്ട്രീയമായ എന്തെങ്കിലും അദ്ദേഹം നിർവഹിക്കുന്ന വ്യക്തിപരമായ സന്ദർശനമാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ആട്ടെ, ശരി. പക്ഷെ ഇതിനകത്ത് അന്വേഷിക്കുന്നു പറയുമ്പോൾ ഈ അന്വേഷണ സംഘത്തിലെ DGPക്കും ഒക്കെ ഒരു കുറ്റം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മറ്റു നടപടികളിലൊക്കെ ഒരു ക്രൈമിന്റെ കാര്യങ്ങളുണ്ട്. ഫോൺ ചോർത്തലാവട്ടെ, സ്വർണം പൊട്ടിക്കലാവട്ടെ, സ്വർണ്ണക്കടത്താവട്ടെ, തിരോധാനാവട്ടെ, കൊലപാതകമാവട്ടെ, ഫോൺ ചോർത്തലാവട്ടെ, ഇതിലെല്ലാം ക്രൈമുണ്ട്. പക്ഷെ ഇത് ഒരു ക്രൈമിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല, പോലീസ് അന്വേഷിക്കേണ്ട വിഷയമല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ADGP RSS നേതാക്കളെ, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഏറ്റവും ശക്തമായി എതിർക്കുന്ന, CPM അതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായിട്ട് എക്കാലത്തും വിശേഷിപ്പിക്കുന്ന ഈ ഒരു ആരോപണത്തിൽ ഈ RSS നേതാക്കളെ, അതിന്റെ 1-2-3 സ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകളെ ഒരു ADGP, മുഖ്യമന്ത്രി ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി പോയി 10 ദിവസത്തെ ഇടവേളയിൽ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റകൃത്യ ഒരു DGPയോ അല്ലെങ്കിൽ ഒരു പോലീസ് സേനയോ അന്വേഷിക്കേണ്ട കാര്യമാണോ? ഒരു വ്യക്തിയെ കാണുന്നതല്ല പ്രശ്നം, കാണുന്നത് എന്തിനാണ് എന്നതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. ആ രീതിയിൽ അക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു എന്നല്ലേ സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതെങ്ങനെ പോലീസ് അന്വേഷിക്കും? DGP എങ്ങനെ അന്വേഷിക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? അവിടെ സംസാരിച്ചത് രാഷ്ട്രീയമാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൂതായിരുന്നോ അദ്ദേഹം ഒരു ഹംസമായിരുന്നോ? ഈ കാര്യങ്ങളൊക്കെ ഒരു DGP എങ്ങനെയാ കണ്ടെത്തുക? അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണ സംഘത്തിന് എങ്ങനെയാ കണ്ടെത്താൻ കഴിയുക? ഇക്കാര്യത്തിൽ ഞാൻ വളരെ ശക്തമായി തന്നെ പറയുന്നു, ഇതൊരു രാഷ്ട്രീയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാവേണ്ടത് രാഷ്ട്രീയമായ അന്വേഷണവും രാഷ്ട്രീയമായ തീരുമാനവുമാണ്. മുൻപ് പല DGPമാർക്കും, DGP ആയിരുന്ന ജേക്കബ് തോമസിനും DGP ആയിരുന്ന സെൻകുമാറിനും ജോർജ് പൊടിപ്പാറ പോലുള്ള മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു വശം അതാണ്.